ഹായ് ചെങ്ങൈമാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ദോഹ ഓൾഡ് പോർട്ട് ഏരിയയിലാണ് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ബിൽഡിങ്ങുകളാണ് കേട്ടോ. ഈ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ പുതിയ ബിൽഡിങ്ങുകളാണ്, പഴയ മോഡലാണെങ്കിലും ഇതൊരു 5 സ്റ്റാർ ഹോട്ടലാണ് കേട്ടോ. പുറമെന്ന് കണ്ടാൽ അങ്ങനെ പറയൂലെങ്കിലും മിന ഹോട്ടൽ എന്ന് പറഞ്ഞാൽ 5 സ്റ്റാർ ഹോട്ടലാണത്. ഈ സൈഡിലൂടെ അത് ഫുട്പാത്താണ്, നല്ല വുഡ് കൊണ്ടൊക്കെ ചെയ്തിട്ടുള്ള അടിപൊളി ഫുട്പാത്താണ്. ഈ ഫുട്പാത്തിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റ് ഏരിയ ഒക്കെ വരുന്നത്. അപ്പം പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ നല്ല സീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഹോട്ടലിന്. മിന ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റ് ഏരിയ ആണത്. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളും ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിൽ. പിന്നെ ഈ ബിൽഡിങ്ങിലൊക്കെ ആയിട്ട് വരച്ചിട്ടുള്ള ഇതുപോലത്തെ കുറേ ചിത്രങ്ങളുണ്ട് കേട്ടോ. ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ബിൽഡിങ്ങുകളാണ് ഇവിടെ കംപ്ലീറ്റ് ഉള്ളത്. പല പല കളർ തീമുകളിലാണ് ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ മിക്കതും ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, കോഫി ഷോപ്പുകളൊക്കെ ആണ്. പിന്നെ ഒരുപാട് ബ്രാൻഡഡ് ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഷോറൂമുകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് ഇപ്പോൾ ക്ലോസ് ആയി കിടക്കുകയാണ്, കാരണം വെച്ചാൽ ടൈം ആയിട്ടില്ല. ഇത് രാവിലെയാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുറത്തേക്കുള്ള സീറ്റിംഗ് ഒക്കെ മൂടിയിട്ടത് കാണാം ഓരോ ഹോട്ടലിൻ്റെയൊക്കെ. പിന്നെ ചൂടൊക്കെ ആയതുകൊണ്ട് രാത്രി സമയങ്ങളിലാണ് പുറത്തൊക്കെ അധികം ആൾക്കാരുണ്ടാവുക. എങ്ങനെയുണ്ട്, മൊത്തത്തിലൊരു കളർഫുള്ളല്ലേ? ഇത് ഇവിടുത്തെ ഒരു മെയിൻ സ്പോട്ടാണ്, ഒരു ഫിഷ് മാർക്കറ്റാണ്. അതിനോട് ചേർന്നിട്ട് തന്നെ റെസ്റ്റോറൻറ്റും ഉണ്ട്. നല്ല എന്താ പറയുക, ലക്ഷറി ഫിഷ് മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞ മാതിരി ഒരു ഫിഷ് മാർക്കറ്റാണിത്. പിന്നെ ഇതിൽ തന്നെ പള്ളികളും ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ കളറാണ് കേട്ടോ, ഓരോന്നും വെറൈറ്റി കളറിൽ ഇങ്ങനെ അടിച്ചു വെച്ചിട്ട് നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഒരുപാട് ചിത്രങ്ങളും ഉണ്ട്, ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ കേട്ടോ അത്. സംഭവം വൈകുന്നേരങ്ങളിലാണ് ഇവിടെ തിരക്കുണ്ടാവുക. ആ സമയത്താണ് നല്ല രസവും ഉണ്ടാവും, ലൈറ്റൊക്കെ ഇട്ടിട്ട്. പക്ഷേ ആ സമയത്ത് അങ്ങനെ ഇതുപോലൊന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല, ചിലപ്പം ഫുൾ ആളൊക്കെ ഉണ്ടെങ്കിൽ. ഇപ്പം പൊതുവെ ആൾ കുറവാണ് കേട്ടോ ഈ ചൂടായ സമയത്ത്. ഇതിന് ഡോറൊക്കെ കണ്ടോ, നല്ല അടിപൊളിയല്ലേ, ഫുള്ള് മരം കൊണ്ട്. മൊത്തത്തിലൊരു പഴയ അവരുടെ ഈ ഖത്തറികളുടെയൊക്കെ പഴയ വീടിൻ്റെ ഒക്കെ ഡിസൈനാണ് കേട്ടോ മൊത്തത്തിൽ ഇത് ചെയ്തിട്ടുള്ളത്. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ചിത്രങ്ങൾ തന്നെ കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ചില ചിത്രങ്ങളൊക്കെ, അടിപൊളി ചിത്രങ്ങൾ ഇവിടെ പല സ്ഥലത്തും ഉണ്ട് കേട്ടോ. ഒരുപാട് ചിത്രങ്ങളുണ്ട് പല പല ചുമരിലായിട്ട്. ഈ ഒരു ചിത്രം കണ്ടോ നിങ്ങൾ, ഇതിങ്ങനെ ബിൽഡിങ്ങിൻ്റെ അപ്പുറം ഇപ്പുറം 2-3 ചുമരിലായിട്ട് ഇങ്ങനെ പരത്തി വരച്ചതാണ് കേട്ടോ. പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ. ഇതിൻ്റെ ഒരു ഫിനിഷിങ് നോക്കി നിങ്ങൾ, ദൂരത്തു നിന്നൊക്കെ നോക്കുമ്പോൾ നല്ല രസമാണ് ഇത് കാണാൻ. ഇവിടെ ഒരു ആൻറ്റിക് ഷോപ്പുണ്ട്. ഷോപ്പിൽ സാധനങ്ങളൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഈ ബോട്ടുകളൊക്കെ സെയിൽ ചെയ്യുന്ന ബോട്ടിൻ്റെ ഒക്കെ ഷോറൂം, നമ്മളെ കാർ ഷോറൂം എന്നൊക്കെ പറയുന്ന കാര്യം, ബോട്ടിൻ്റെ ഷോറൂം 2 അതാ അവിടെ കാണുന്നുണ്ട്. പുറത്തൊക്കെ ബോട്ടുകൾ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഈ വാലറ്റ് പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഉരുണ്ട ബോളുകളുണ്ട്, നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുള്ള ഉരുണ്ട ബോളുകൾ ശ്രദ്ധിച്ചോ. ഇത് വണ്ടി അങ്ങോട്ടേക്ക് കയറ്റാണ്ടിരിക്കാൻ വേണ്ടി വെച്ചതാട്ടോ. ഈ ബാരിക്കേഡുകളൊക്കെ വെച്ച് വൃത്തികേടാക്കുന്നതിന് പകരം ഇതുപോലെ കുറേ ബോളുകൾ ഉണ്ടാക്കി വെച്ചാൽ നല്ല രസമല്ലേ ഇത് കാണാൻ. ഇതൊക്കെ റെസ്റ്റോറൻ്റ് ആട്ടോ, ഈ ബീച്ചിനോട് ചേർന്നുള്ള ഭാഗത്തൊക്കെ റെസ്റ്റോറൻറ്റുകളുണ്ട്. പഴയ പോർട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ട് കേട്ടോ. മറ്റേ കപ്പൽ കെട്ടിയിടുന്ന ഈ സാധനത്തിൻ്റെ പേരെന്താ എനിക്കറിയില്ല. അപ്പോൾ ഇത് പല ഭാഗത്തായിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പുതിയ വെച്ചതാണോ അല്ലെങ്കിൽ പഴയതുള്ളത് അവിടെ തന്നെ നിലനിർത്തിയതാണോ എന്ന് അറിയില്ല. എന്തായാലും സംഭവം അടിപൊളിയാണ്. ഇവിടെ നല്ല ആഴമുള്ള ഏരിയ കേട്ടോ. ഇത് ഓരോ ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ, ഓരോ ഭാഗത്തേക്കുള്ള വഴികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വഴി പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഞാൻ ഈ സൈഡിൽ പുറത്ത് പാർക്കിലേക്ക് എത്തി. ഈ ലൈറ്റ് തൂക്കിയിട്ട സ്ഥലം കണ്ടോ നിങ്ങൾ, ആങ്കറിൻ്റെ ഒക്കെ രൂപത്തിലുള്ള ഒരു ഡിസൈന് ഈ പോർട്ടിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെയൊക്കെ കൊടുത്തിട്ടുള്ളത്. എന്തായാലും നല്ല ക്ലീനായിട്ടുള്ള പാർക്കും പുല്ലൊക്കെ വിരിച്ച് അടിപൊളിയാക്കിയിട്ടുള്ള പാർക്കാണ് കേട്ടോ അത്. പിന്നെ നടക്കാനും സൈക്കിൾ ഓടിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഇതിലുണ്ട്. നല്ല വീതിയുള്ള ഫുട്പാത്ത് കേട്ടോ, എത്ര ആൾക്ക് നടക്കാൻ പറ്റുന്ന. തൊട്ടപ്പുറത്ത് ആ ഒരു കപ്പൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. കപ്പലാണ് എന്താണെന്ന് അറിയില്ല, അത് മറ്റേ സാധനങ്ങളൊക്കെ ഇറക്കുന്ന സാധനമാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്താ കുറേ ജിമ്മിൻ്റെ സാധനങ്ങളൊക്കെ, നമ്മളേക്ക് വ്യായാമം ചെയ്യാൻ പറ്റുന്ന കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അത് പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ഇതുപോലത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതൊരു മൂടിയുണ്ട്, നിങ്ങൾ ഡ്രൈനേജിൻ്റെ മൂടിയിട്ടത്, അതും ഒരു പച്ച പുല്ലൊക്കെ വെച്ചിട്ട് സെറ്റപ്പാക്കി. മൊത്തത്തിൽ നല്ല വൃത്തിയുള്ള സ്ഥലമാട്ടത്. പിന്നെ അതാ ചാർജിങ് പോർട്ട്, ഇത് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഉള്ളിൽ ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്ലഗും പിന്നെ മറ്റേ USB കണക്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ഉണ്ട്, ഇത് എല്ലാ സ്ഥലത്തും ഉണ്ട് സീറ്റിങ്ങിൻ്റെ.
പിന്നെ കണ്ടോ ചിത്രങ്ങളൊക്കെ ഒരു രക്ഷയില്ലാത്ത ചിത്രങ്ങളാട്ടോ അത്. ഈ ചിത്രങ്ങളാണ് എനിക്കിവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. പല ഭാഗത്തായിട്ട് ഒരുപാട് ചിത്രങ്ങളുണ്ട്. അപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന കിടിലനൊരു സ്ഥലം കേട്ടോ അത്. ഈ സൈഡിലുണ്ട് ഒരു ആൻറ്റിക് ഷോപ്പുകൾ, കുറേ സാധനങ്ങൾ ഇത് പുറത്തിങ്ങനെ വെച്ചതാട്ടോ. കട ക്ലോസ്ഡ് ആണ്, തുറന്നിട്ടൊന്നുമില്ല. പക്ഷെ സാധനങ്ങളൊക്കെ പുറത്തുണ്ട്, ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് ഇവിടെ. ഇതൊന്നും പിന്നെ ആരും എടുത്തുകൊണ്ടുപോകില്ല, കാരണം ഇഷ്ടംപോലെ ക്യാമറകളും അതിനേക്കാൾ കൂടുതൽ സെക്യൂരിറ്റിമാരും ഇവിടെ ഉണ്ട്. ഇത് പുറത്തെത്ര സാധനമാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇതിന് അടിപൊളി സാധനങ്ങൾ വേറെ ഉണ്ടാവും കേട്ടോ. ഈ സാധനം കണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ കത്തി മൂർച്ചാക്കുന്ന സാധനം, ഇതിവിടെ ആൻറ്റിക് ഷോപ്പുകളാണ് കേട്ടോ ഇതുള്ളത്. നമ്മളെ സോഡ കുപ്പിയൊക്കെ ഇവിടെ ആൻറ്റിക് ആയിട്ടാണ് കണക്കാക്കിയത്. നമ്മളെ നാട്ടിൽ ഇപ്പോഴും ഇല്ലേ ഇങ്ങനത്തെ സോഡ കുപ്പിയൊക്കെ. അങ്ങനെ നടന്നിടന്ന് നമ്മൾ പിന്നെ ഈ മിന ഹോട്ടലിന് മുമ്പിലെത്തിട്ടോ. ഇവിടെ ഒരു വണ്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ സെക്യൂരിറ്റിമാർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള വണ്ടിയാക്കി ഇത്. ഇതിൻ്റെ അപ്പുറം സൈഡിലാണ് നമ്മൾ വേൾഡ് കപ്പിൻ്റെ ആ സമയത്ത് വലിയ കപ്പലുകളൊക്കെ നിർത്തിയിട്ടിരുന്നത്. അപ്പോൾ എന്തായാലും പുതിയ പുതിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അപ്പോൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളി.